അലൈക്കും വറഹ്മത്തുള്ളാഹി. 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ 6ാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് കേൾക്കുക. 6ാമത്തെ പാഠത്തില് ഫി, അല ഈ 2 പദങ്ങളാണ് നമുക്ക് പഠിക്കുന്നത്. ജറിന്റെ അക്ഷരങ്ങളായ ഫി, അല എന്നുള്ള അക്ഷരങ്ങള് എവിടെ ഉപയോഗിക്കും എന്ന് നമുക്ക് പഠിക്കാം. ഫി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഉള്ളിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഫി എന്ന് ഉപയോഗിക്കുന്നത്. ഒരു വസ്തുവിന്റെ മുകളിലാണെങ്കിൽ അല എന്ന് ഉപയോഗിക്കും. ഫി എന്ന് പറഞ്ഞാൽ ഇൽ, ഫിൽ സല്ലത്തി കൊട്ടയിൽ, ഫിൽ ജൈബി കീശയിൽ, ഫിൽ സയ്യാറത്തി കാറിൽ. ഇനി അല എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ മുകളിൽ, അല ഷജറത്തി മരത്തിന്മേൽ, അല തോവിലെത്തി മേശപ്പുറത്ത് അല്ലെങ്കിൽ മേശയിന്മേൽ, അല റസി തലയിന്മേൽ. ഇനി നമുക്ക് ഓരോ ഉദാഹരണങ്ങൾ നോക്കാം. കൊട്ടയിൽ മാങ്ങയുണ്ട്, ഫിസല്ലത്തി മാഞ്ച. അവിടെ കൊട്ടയുടെ ഉള്ളിലാണ് മാങ്ങ, അതുകൊണ്ട് അവിടെ ഫി എന്ന് ഉപയോഗിച്ചു. ഫിൽ ജൈബി കലമൻ, കീശിന്റെ ഉള്ളിലാണ് പേൻ ഇരിക്കുന്നത്, അതുകൊണ്ട് ഫി എന്ന് ഉപയോഗിച്ചു. ഫിൽ ജൈബി കലമൻ. ഫി സയ്യാറത്തി സവാക്കുൻ, കാറിൽ ഡ്രൈവർ ഉണ്ട്, കാറിന്റെ ഉള്ളിലാണ് ഡ്രൈവർ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഫി സയ്യാറത്തി സവാക്കുൻ എന്ന് പറഞ്ഞു. സവാക്കുൻ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ. അല ഷജറത്തി ബബാവുൻ, മരത്തിന്റെ മേൽ തത്തയുണ്ട്. ബബാവ് എന്ന് പറഞ്ഞ തത്ത. അല തോവിലെത്തി ഭിത്തിഹത്തുൻ, മേശന്മേൽ മേശപ്പുറത്ത് വത്തക്കയുണ്ട്. അല റസി കലൻസുവത്തുൻ, കലൻസുവത്തുൻ എന്ന് പറഞ്ഞ തൊപ്പി, തലയിൽ തൊപ്പിയുണ്ട്. അടുത്ത പേജ് മറിക്കും. ഹയ്യ നക്റഹു, നമുക്ക് വായിക്കാം. ഫി ബൈത്തി ദറാജത്തുൻ, എന്റെ വീട്ടിൽ. ബൈത്തുൻ വീട്, ഫി ബൈത്തി എന്റെ വീട്ടിൽ, ദറാജത്തുൻ സൈക്കിൾ ഉണ്ട്. ഫിൽ മദ്രസത്തി അസ്തികാവുൻ, മദ്രസയിൽ കൂട്ടുകാരുണ്ട്. അല യദി സാഅത്തുൻ, എന്റെ കയ്യിൽ വാച്ച് ഉണ്ട്. അല റസി കലൻസുവത്തുൻ, എന്റെ തലയിൽ തൊപ്പി ഉണ്ട്. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കുക. ബ്രാക്കറ്റിൽ ഫി ഉണ്ട്, അല ഉണ്ട്. ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ കൊട്ടയിലാണ്, കൊട്ടന്റെ ഉള്ളിലാണ് മൗസ് ഉള്ളത്. അപ്പൊ ഫി സല്ലത്തി മൗസിൻ, കൊട്ടയിൽ പഴമുണ്ട്. ഇനി ഇവിടെ ബാഗിന്റെ ഉള്ളിലാണ് കിതാബ് ഉള്ളത്. അപ്പൊ നമ്മൾ ഫി കൊടുക്കണം. ഫിൽ ഹക്കീബത്തി കിതാബൻ, മേശപ്പുറത്ത് പപ്പായ ഉണ്ട്. അപ്പൊ അല ഉപയോഗിക്കുന്നു. അല തോവിലെത്തി ബബായ. അടുത്തത് മരത്തിന്റെ മുകളിലാണ് ബബ ഉള്ളത്. അപ്പൊ അല ഉപയോഗിക്കുന്നു. അല ഷജറത്തി ബബാവുൻ. ഇനി ഫിയും അലയും ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്നു നോക്കാം. ഫി സുദൂരിന്നാസ് വല യഹുല്ലു അല തുആമിൽ മിസ്കീൻ. ഇവിടെ ഫി സുദൂരിന്നാസ്, ജനങ്ങളുടെ ഹൃദയത്തിൽ, വല യഹുല്ലു അല തുആമിൽ മിസ്കീൻ, അവർ ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മേൽ പ്രേരിപ്പിക്കുകയില്ല. ഈ 2 ഖുർആനിലെ ആയത്തുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഖുർആനുമായി നമുക്ക് ബന്ധം ഉണ്ടാവാൻ വേണ്ടിയാണ്. മാത്രമല്ല ഖുർആനിൽ ഫി എന്ന് ഉപയോഗിച്ചിരിക്കുന്നു, അതുപോലെ അല എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് കുട്ടികളെ മനസ്സിലാക്കാം. ഇനി അല എന്നുള്ളതും ഫി എന്നുള്ളതും നമുക്ക് എഴുതി പഠിക്കാം. എല്ലാവരും നന്നായിട്ട് പാഠങ്ങൾ വായിക്കുക, പഠിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള പാഠമാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.
അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.